ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവിനെ കണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ ദിവ്യകാരുണ്യത്തിലേക്ക് നിങ്ങളുടെ കരങ്ങൾ രണ്ടും നീട്ടിപ്പിടിക്കുക. മുന്നോട്ട് പോകാൻ തമ്പുരാൻ്റെ ഒരു സഹായം വേണം. ദൈവം നമുക്ക് വഴിതെളിച്ച് തന്നാലേ മുന്നോട്ട് പോകാൻ പറ്റും. നമ്മൾ ഈ ആരാധനയിൽ വളരെ പ്രത്യേകമായിട്ട് നമ്മുടെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും സമർപ്പിക്കുന്നതോടൊപ്പം നമ്മുടെ ഹൃദയത്തിൻ്റെ വേദനകളും സങ്കടങ്ങളൊക്കെ ചേർത്ത് വയ്ക്കുന്നതോടൊപ്പം തീരുമാനങ്ങൾ എടുക്കാൻ അസ്വസ്ഥപ്പെട്ട് നിൽക്കുന്ന, പറ്റാതെ പോകുന്ന, ഭാരപ്പെടുന്ന ഒത്തിരി മക്കളുണ്ട്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ അത്ര കണ്ട് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നതാണ്, വിലയുള്ളതാണ്. ഇന്നലകളിൽ നമ്മളെടുത്ത ചില തീരുമാനങ്ങൾ തെറ്റിപ്പോയതിന്റെ ഭാരം ഒരുപക്ഷെ നമ്മളിന്ന് കൊണ്ടു നടക്കുന്നുണ്ടാകും. പലരും നമ്മളെ തിരുത്തിയതാണ്, പലരും ഉപദേശിച്ചതാണ്. എന്നിട്ട് നമ്മൾ കേൾക്കാതെ, ആ തിരുത്തലുകൾക്ക് വഴങ്ങാതെ, നമ്മുടെ അഹങ്കാരം കൊണ്ടും സ്വാർത്ഥത കൊണ്ടും നമ്മളെടുത്ത ചില തീരുമാനങ്ങൾ തെറ്റിപ്പോയി എന്ന് മനസ്സിലായി അതിൻ്റെ ഭാരവും വേദനയും ഒക്കെ പേറുന്ന മക്കൾ ഇതിനകത്തുണ്ടാകും. അതുകൊണ്ട് ഈ നിമിഷം നമ്മൾ കർത്താവെ തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒത്തിരി മക്കളുണ്ട്. പല മേഖലകളിൽ വിശ്വാസ ജീവിതത്തിൻ്റെ, വിശുദ്ധ ജീവിതത്തിൻ്റെ, പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ഒക്കെ മേഖലകളിൽ തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവരുണ്ട്. ക്ഷമിക്കാൻ തീരുമാനമെടുക്കാൻ പറ്റാതെ പോകുന്നവരുണ്ട്. വിശുദ്ധ ജീവിതത്തിന്റെ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ വിഷമിക്കുന്നവരുണ്ട്. പ്രാർത്ഥനാ ജീവിതത്തിന്റെ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ ഭാരപ്പെടുന്നവരുണ്ട്. അതോടൊപ്പം പല മേഖലകളിൽ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ വിഷമിക്കുന്നവർ, പ്രത്യേകിച്ച് ഈ നാളുകളിലൊക്കെ പരീക്ഷകളൊക്കെ കഴിഞ്ഞ് ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണമെന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുന്ന മക്കള് പരീക്ഷകളിലൂടെ കടന്നു പോകുമ്പോഴും എൻ്റെ ഭാവി എന്തായി തീരുമെന്ന് ആലോചിച്ച് എന്ത് തീരുമാനമെടുക്കണമെന്ന് അസ്വസ്ഥപ്പെട്ട് നിൽക്കുന്ന മക്കൾ ഇതിനകത്തുണ്ടാകാം. പല ജോലി സാധ്യതകളുടെ മുമ്പിൽ എന്ത് തീരുമാനിക്കണം, ഏത് ജോലി എടുക്കണം, ഏത് ജോലിയിലേക്ക് പ്രവേശിക്കണം എന്നൊക്കെ തീരുമാനമെടുക്കാൻ പറ്റാതെ നിൽക്കുന്ന മക്കള്, വിദേശ യാത്രയുമായി ബന്ധപ്പെട്ട് പല ഓപ്ഷൻസ് മുമ്പിലുണ്ട്. പല ഏജൻസിയും അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. പല രാജ്യങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതകൾ കൺമുമ്പിലുണ്ട്, ജീവിതത്തിന്റെ മുമ്പിലുണ്ട്. ഏതാണ് ദൈവഹിതമെന്നറിഞ്ഞ് മുന്നോട്ട് പോകാൻ തീരുമാനമെടുക്കാൻ ഭാരപ്പെടുന്ന, അസ്വസ്ഥപ്പെട്ട് നിൽക്കുന്ന മക്കളുണ്ടാകാം. ചില വിവാഹാലോചനകള്, ഒന്നിലധികം വിവാഹാലോചനകളുടെ മുമ്പിൽ ഇത് ദൈവഹിതമാണോ, ഈ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകണോ, ഇതിൽ ഉറപ്പിക്കണമോ എന്നൊക്കെ തീരുമാനങ്ങൾ എടുക്കാൻ അസ്വസ്ഥരായിരിക്കുന്നവരുണ്ടാകാം. ബിസിനസ് മേഖലകള്, ജോലി മേഖലകള്, ഒരുപക്ഷെ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്ന കാര്യത്തിൽ പോലും തീരുമാനം ഉറപ്പിക്കപ്പെടേണ്ട ചില ദാമ്പത്യങ്ങളുണ്ട്. നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ചെറുതും വലുതുമായ ജീവിതത്തിന്റെ തീരുമാനങ്ങൾ എടുക്കാൻ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന മക്കള്, ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കള്, ചില കുടുംബ ബന്ധങ്ങളുടെ അത്ര കണ്ട് നീറുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ ഒരുപക്ഷെ കഠിനമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നേക്കുമോ എന്ന് പോലും ആശങ്കപ്പെടുന്ന മക്കളുണ്ട്. ഈശോയെ, 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 ഈ ആരാധനയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ വിഷമിക്കുന്ന മക്കളെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 21-ാമത്തെ തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. മക്കളെ, കർത്താവിനോട് ചേർന്നിരുന്ന് ദൈവഹിതത്തിന് ജീവിതത്തെ സമർപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിശ്ചയമായിട്ടും ദൈവം നമ്മളോട് സംസാരിക്കാൻ തുടങ്ങും. ചില അനുഭവങ്ങളിൽ കർത്താവ് നമ്മളോട് പറയും വേണ്ടെന്ന്. ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയും ഈ വഴി തെരഞ്ഞെടുക്കണ്ട, ഇത് ഉപേക്ഷിച്ചേക്കാൻ. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്നും ഒരു സ്വരം ശ്രവിക്കും, കൃത്യമായ വഴി കർത്താവ് നിനക്ക് തെളിച്ചു തരും. അതാണല്ലോ വചനം പറയുന്നത്. നിന്റെ ആഗ്രഹങ്ങള്, നിന്റെ ഇഷ്ടങ്ങള് കർത്താവിനെ ഭരമേൽപ്പിക്കുക, നീ പോകേണ്ട വഴി അവിടുന്ന് തെളിച്ചു തരും.
ആ വഴിയെക്കുറിച്ച് ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 11-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നുണ്ട്. കർത്താവ് അരുളി ചെയ്യുന്നു, നിന്നെ കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട്, അത് നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുമെന്ന് പറഞ്ഞ കർത്താവിൽ നിന്റെ ജീവിതം കൊടുക്ക്. തക്ക സമയത്ത് കർത്താവ് നിന്നെ ഉയർത്തും. കർത്താവേ, തീരുമാനങ്ങൾ എടുക്കാൻ ഭാരപ്പെട്ട് നിൽക്കുന്ന മക്കളിലേക്ക് നിന്റെ കരുണ വർഷിക്കണമേ. ഇവിടെ ബുദ്ധിയെ, മനസ്സിനെ നീ പ്രകാശിപ്പിക്കണമേ. കർത്താവെ, കൃത്യമായ ദൈവാലോചന ഈ മക്കൾക്ക് നൽകണമേ. പാപത്തിന്റെ മുമ്പിൽ, പ്രലോഭനങ്ങളുടെ മുമ്പിൽ ശക്തമായ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള അഭിഷേകം നിറയട്ടെ. പാപത്തെ വെറുത്തുപേക്ഷിക്കാൻ, പൈശാചികയെ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുവാൻ, അശുദ്ധിയെയും ദൈവസ്നേഹത്തിന് ചേരാത്ത തീരുമാനങ്ങളിലേക്ക്, കൂട്ടുകെട്ടിലേക്കൊക്കെ വീണുപോകാതിരിക്കാൻ, അതിനോട് ശക്തമായ തീരുമാനങ്ങൾ എടുക്കുവാൻ പരിശുദ്ധാത്മാവേ ഇവരെ സഹായിക്കണമേ. ലൂക്കാ 12:12 നീ എന്തു പറയും, നീ എന്ത് ആലോചിക്കും, എന്ത് തീരുമാനം എടുക്കും എന്നൊക്കെ ആശങ്കപ്പെടണ്ട. തക്ക സമയത്ത് പരിശുദ്ധാത്മാവ് നിന്നെ ഓർമ്മപ്പെടുത്തി തരും. ഈ പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കട്ടെ. ഈ ആത്മാവ് നിന്നെ സഹായിക്കട്ടെ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ. ഈശോയോട് ചേർന്ന് നിന്റെ ജീവിതം ഈശോയിൽ സമർപ്പിച്ച് യേശുവിനോടുകൂടെ മുന്നോട്ട് പോകുന്ന ഒരു ജീവിതം നിനക്കൊണ്ടാകാൻ പറ്റുന്ന ഒരു തീരുമാനം ഉറപ്പിക്കാൻ പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കട്ടെ. മകളെ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചോ. ആത്മാവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സമയമാണ്. ആത്മാവ് നിന്നെ സഹായിക്കുന്ന സമയമാണ്. ആത്മാവ് നിന്റെ കൂടെ നിന്ന് നിന്നെ ഏറ്റെടുക്കുന്ന സമയമാണ്. അതുകൊണ്ട് നിന്റെ ഇപ്പോൾ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങള്, നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന കഷ്ടതകള്, തീരാ ദുഃഖങ്ങള്, ഇതേക്കുറിച്ചൊന്നും നീ ആശങ്കപ്പെടണ്ട. വിദൂര ഭാവിയിൽ നിന്നെ കൈപിടിച്ച് നടത്തുന്ന കർത്താവിന്റെ കരുണയുണ്ട്, സ്നേഹമുണ്ട്. ശക്തമായ കരത്തിന്റെ കീഴിലാണ് നീ നിൽക്കുന്നത്. ആ ശക്തമായ കരത്തിന്റെ കീഴിൽ നിന്റെ ജീവിതം താഴ്മയോടെ അർപ്പിക്ക്. തക്ക സമയത്ത് അവിടെ നിന്ന് നിന്നെ ഉയർത്തിക്കൊള്ളും. നിന്റെ കാര്യത്തിൽ അവിടെ നിന്ന് ശ്രദ്ധാലുവാണ്. ഈശോയെ, ഈശോയെ, ഈശോയെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിയൊന്ന് സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് ലോകമെമ്പാടും ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ദൈവ മക്കളെ, തീരുമാനങ്ങൾ എടുക്കുവാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന മക്കളെ, കുഞ്ഞുങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ഈശോയെ, ഈശോയെ, നിന്റെ കൃപ വർഷിക്കണമേ. പരിശുദ്ധാത്മാവേ സഹായിക്കണമേ. ഇവരുടെ കഷ്ടപ്പാടിലേക്ക്, ഇവരുടെ വേദനകളിലേക്ക്, ഇവരുടെ നൊമ്പരങ്ങളിലേക്ക് ദൈവശക്തി ഇറങ്ങട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, 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 ആരാധന. എനിക്കായി കരുതുന്നവൻ, എന്റെ ഭാരങ്ങൾ വഹിക്കുന്നവൻ. എനിക്കായി കരുതുന്നവൻ, എന്റെ ഭാരങ്ങൾ വഹിക്കുന്നവൻ. എന്നെ കൈവിടാത്തവൻ യേശുവിൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ യേശുവിൻ കൂടെയുണ്ട്. മുട്ടുകുത്തി നിൽക്കാൻ പറ്റുമെങ്കിൽ മുട്ടുമേലായിരുന്ന് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കുന്ന നിമിഷമാണ്. മക്കളെ, നിങ്ങളുടെ വേദനകൾ ഈശോയിലേക്ക് കൊടുത്തോ. നിന്റെ സങ്കടങ്ങളൊക്കെ സമർപ്പിച്ചോ. നിന്റെ കുടുംബത്തെ സമർപ്പിച്ചോ. നിന്റെ കുടുംബത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി നീ എടുക്കേണ്ട തീരുമാനങ്ങളൊക്കെ സമർപ്പിച്ചോ. നിന്റെ കുടുംബം വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് വേണ്ടി എടുക്കേണ്ട തീരുമാനങ്ങളൊക്കെ കർത്താവിന് കൊടുത്തോ. തമ്പുരാനെ അനുഗ്രഹിക്കണമേ. എൻ്റെ കുടുംബത്തെ, എൻ്റെ തലമുറകളെ എല്ലാം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, സ്തുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാശീർവാദം സ്വീകരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.